നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും വിഷു ആശംസകൾ. ഇന്ന് നമ്മൾ വിഷുവൊക്കെ ആയിട്ട് സ്പെഷ്യലായിട്ട് എന്തൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അടുക്കളയിൽ. എന്താണെന്ന് നമുക്ക് നോക്കാം. എന്താ സ്പെഷ്യൽ? എന്താ സ്പെഷ്യൽ ഇന്ന്? എന്ത് ബിരിയാണി? മട്ടൻ ബിരിയാണിയോ? ബമ്പോ. മട്ടൻ ബിരിയാണി റെഡിയാക്കാനുള്ള പരിപാടിയിലാണ്. മട്ടൻ ബിരിയാണിൻ്റെ കൂടെ എന്താ വേറെ എന്താ ഉള്ളത്? ചിക്കൻ ഫ്രൈയോ? അടിപൊളി. ചിക്കൻ ഫ്രൈ ഒക്കെ ഉള്ള പിന്നെ മസാലയൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് ബിരിയാണി ഉണ്ടാക്കാനുള്ള റൈസ് ഉണ്ടാക്കാനുള്ള സംഭവങ്ങളാണ്. ഇതിനൊക്കെ നല്ല അടിപൊളിയായിട്ട് കുക്കറിലിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് റെഡിയാക്കുന്ന അടുത്ത പരിപാടി. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പായസം ഉണ്ട് എന്നാണ് പറയുന്നത്. പായസം റെഡിയാക്കാനുള്ള സാധനം ഇവിടെ വെച്ചിട്ടുണ്ട്. പായസം ഉണ്ട്, ചിക്കൻ ഫ്രൈ ഉണ്ട്, മട്ടൻ ബിരിയാണി ഉണ്ട്. പിന്നെ എന്താ സ്പെഷ്യൽ? എന്താ ഉള്ളത്? സാമ്പാറുണ്ട്, ചോറുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ 1-2 സാധനങ്ങളുണ്ട്. പായസം റെഡിയാക്കുന്നുണ്ട്. പഞ്ചസാര ഒരുക്കുകയാണ് പായസം റെഡിയാക്കാൻ വേണ്ടിയിട്ട്. ഉണ്ടാക്കാനുള്ള കുറേ സംഭവങ്ങളൊക്കെ നേരത്തെ തന്നെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതൊക്കെ ഇവിടെ റെഡിയാണ്. ഇത് ഓരോരോ പാത്രങ്ങളിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി തന്നെ ചിക്കനൊക്കെ വാങ്ങി ഫുള്ള് മസാലയൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചതാണ്. അപ്പോൾ ഇന്ന് അതുകൊണ്ട് കുറച്ച് പണി കുറവുണ്ട്. അല്ലെങ്കിൽ രാവിലെ നേരത്തെ തന്നെ തുടങ്ങേണ്ടിയിരുന്നു. പഞ്ചസാരൊക്കെ ഉരുക്കി റെഡി ആയിട്ടുണ്ട്. അടുത്തത് പാലൊഴിക്കാൻ പോവാണ്. പാലൊഴിച്ചു. അടപ്രഥമൻ പായസമാണ് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. എത്ര പേക്ക് പാൽ വേണോ ഉണ്ടാക്കാൻ? 2 ലിറ്റർ പാലിനുള്ളതാണ് ഉണ്ടാക്കുന്നത്. 2 ലിറ്റർ എത്ര കുടിക്കാണ്ടാവും? അത് പറയാൻ പറ്റില്ല അല്ലേ? എന്നാ പറയണ്ട. പാല് അവിടെ തിളയ്ക്കുന്നുണ്ട്. സോറി, പായസം ഇവിടെ തിളയ്ക്കുന്നുണ്ട്. തൊട്ട് പുറത്തുള്ള ചിക്കൻ ഫ്രൈ റെഡി ആവുന്നുണ്ട്. ചിക്കൻ 65 ആണെന്നൊക്കെ പറയുന്നുണ്ട്. ഇതായി വരുമ്പോൾ അറിയാം 65 ആണോ 75 ആണോ എന്ന്. നമ്മളെ ചിക്കനൊക്കെ ഇങ്ങനെ ഏകദേശം സെറ്റായി വരുന്നുണ്ട്. 1-2 കരിഞ്ഞാണ്. ചെറിയ ശ്രദ്ധ അങ്ങോട്ട് മാറിപ്പോയതാണ്. ബിരിയാണി ഉണ്ടാക്കാനുള്ള അടുത്ത മസാല റെഡി ആകുന്നുണ്ട്. എല്ലാവരും ഇതാ നമ്മൾ ഉച്ചഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ട് നിൽക്കുകയാണ്. കണ്ടേ ഫ്രണ്ട്സൊക്കെ വന്ന് സെറ്റാണ്.